അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുത മാറ്റങ്ങൾ ഉണ്ടാകാൻ ചൊല്ലേണ്ട ഒരു ഇസ്മിനെ കുറിച്ചാണ്. ആ ഇസ്മ ഏതെന്ന് നോക്കിയാലും യാ മാലിക് യാ അള്ളാഹ്. അള്ളാഹുവിൻ്റെ തിരുനാമങ്ങളിലൊന്നായ അൽ മാലിക് എന്ന വാക്കിൻ്റെ അർത്ഥം പരമാധികാരി എന്നാണ്. സർവ്വലോകത്തിൻ്റെയും സമ്പൂർണ്ണ ഉടമസ്ഥനും പരമാധികാരിയുമാണ് അള്ളാഹു എന്ന് ഈ നാമം വ്യക്തമാക്കുന്നു. ഉപജീവന മാർഗങ്ങളിൽ വിശാലതയും സമാധാനവും ഉണ്ടാകാൻ ഈ നാമം പതിവായി ചൊല്ലുക. ആവർത്തിച്ച് ചൊല്ലുന്നത് വഴി മനസ്സിനെ നിയന്ത്രിക്കാനും ആത്മീയ ഉന്നതി നേടാനും സാധിക്കുന്നു. ഈ ഇസ്മ ചൊല്ലിയ യാ മാലിക് യാ അല്ലാഹ് എന്ന് ഹൃദയത്തോടെ വിളിക്കുന്ന ഒരാളുടെ മനസ്സിൽ ഒരു വലിയ മാറ്റമുണ്ടാകും. ഹൃദയശാന്തി ലഭിക്കും. ഈ ഇസ്മ പതിവാക്കിയാൽ നമ്മുടെ ഹൃദയം ശാന്തമാകും, ഭയം കുറയും. ഈ ഇസ്മ ചൊല്ലിയാൽ നമ്മൾ മനുഷ്യരെ പേടിക്കാറുണ്ട്, ജോലി, സമൂഹം, ഭാവി. പക്ഷേ മാലിക് അള്ളാഹു ആണെന്ന് മനസ്സിലായാൽ മറ്റൊന്നിനും ഭയപ്പെടേണ്ടതില്ല. ദുആയ്ക്ക് ശക്തി ലഭിക്കും. യാ മാലിക് യാ അല്ലാഹ് എന്ന വിളിച്ച നാം ദുആ ചെയ്താൽ നമ്മുടെ ദുആയ്ക്ക് കൂടുതൽ വിനയവും വിശ്വാസവും ഉണ്ടാകും. അള്ളാഹുവിൻ്റെ കരുണയാൽ അത് സ്വീകരിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. ജീവിതത്തിലെ പരീക്ഷണങ്ങൾ എളുപ്പമാകും. പ്രതിസന്ധികൾ വന്നാലും നാം തകർന്നു പോകില്ല. കാരണം നമുക്കറിയാം ഇത് എൻ്റെ അള്ളാഹു നൽകിയതാണെന്ന്. തൗഹീദ് ശക്തമാകും. ഈ ഇസ്മ പതിവാക്കുന്നത് നമ്മുടെ ഈമാൻ ശക്തമാക്കും. നാം ദിവസവും കുറച്ച് സമയമെടുത്ത് ശുദ്ധമായ മനസ്സോടെ യാ മാലിക് യാ അല്ലാഹ് എന്ന് വിളിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. സുബഹി നിസ്കാരത്തിന് ശേഷം 100 പ്രാവശ്യം അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നല്ല മനസ്സോടെ അർത്ഥം ചിന്തിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എല്ലാവരും ഈ ഇസ്മ ജീവിതത്തിൽ പതിവാക്കുക. അള്ളാഹു സുബ്ഹാന തആലയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുആകൾ സ്വീകരിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.